ലാസ്റ്റ് വീക്ക് എപ്പിസോഡ്സ് ഒക്കെ ഒന്ന് കണ്ടോ, ഓഡിയൻസിനെ വരെ സാഡ് ആക്കി നിന്ന. അതെല്ലാം നമ്മള് പറയാം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ആരെയും മിസ്റ്റേക്ക് അല്ല. ഇറ്റ് ഓൾ ഹാപ്പൻസ് ഡ്യൂ ടു ആ സിറ്റുവേഷൻ. അല്ല, എനിക്ക് അങ്ങനെ ഓർത്തിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ പി ആറിന്റെ കാര്യം പറയാൻ പാടില്ല എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ എല്ലാവരും ചെന്നപ്പോ തന്നെ എല്ലാവരും പറഞ്ഞു എനിക്ക് പി ആർ ഉണ്ട്, സോറി മൈക്കില്ലല്ലോ, എനിക്ക് പി ആർ ഉണ്ട്, എന്റെ അടുത്ത് 3 ലക്ഷം രൂപ ചോദിച്ചിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിനാണ് കൊടുത്തു എന്നുള്ള രീതിയിലാക്കിയത്. അപ്പൊ ഞാൻ ചോദിച്ച ആൾക്ക് ഞാൻ പറഞ്ഞു ഇത്ര ഇല്ലാന്ന് അയാൾ പറഞ്ഞു. പിന്നെ അയാൾക്ക് ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ മനസ്സിലായി. ഈ രണ്ട് കാര്യങ്ങളും കേൾക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ പലർക്കും പല രീതിയിലുള്ള ആശയങ്ങളോ അല്ലെങ്കിൽ ഐഡിയ ഒക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ആദ്യമേ ഉണ്ടെങ്കിൽ ആതിര നൂറയുടെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുണ്ടെങ്കിൽ ആദ്യമേയൊക്കെ നല്ല ഫ്രണ്ട്സായിട്ട് തന്നെയാണ് ഇരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വെളിയിൽ നിന്ന് വന്നത് ഇതേ കണക്ക് പറയുന്നതെല്ലാം കേട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെയാണ് ഇതേ കണക്കുണ്ടെങ്കിൽ അനുമോക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഗെയിം കളിക്കാനൊക്കെ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയതിന് ശേഷം പ്രശ്നങ്ങളൊന്നുമില്ല കാര്യം എന്നൊക്കെ പറയെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ആതിര നൂറ ഉണ്ടെങ്കിൽ അനുമോളെ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അനുമോളെ തിരിച്ച് ഫോളോ ഒന്നും ചെയ്തിട്ടില്ല. അത് അവരവരുടെ ഇഷ്ടമാണ്. എന്നാൽ പോലും പറഞ്ഞാൽ ഇപ്പോഴും അവർ തമ്മിലുള്ള പ്രശ്നത അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇനി ഇതേ കണക്ക് അനുമോളിൽ നോക്കിക്കഴിഞ്ഞാൽ അനുമോളുണ്ടെങ്കിൽ പി ആറിന് പൈസ കൊടുത്ത് വന്നതാണ് എന്നുള്ള രീതിയിലൊന്നും താൻ പറഞ്ഞിട്ടില്ലെന്നായിരുന്നു ഇതേ കണക്ക് അനുമോള് പറഞ്ഞിരുന്നത്. പിന്നെ അത് ഇപ്പോൾ മാറ്റി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ശരി, ആ ഗെയിമൊക്കെ ഇപ്പോൾ തീരുകയും ചെയ്തിട്ടുണ്ട്. അനുമോളാണ് ജയിച്ചിരിക്കുന്നത്. ഇനി ഒരുപാട് പേര് പല രീതിയിലുള്ള കാര്യം പറഞ്ഞാലും അതിലൊരു മാറ്റം വരാൻ പോകുന്നില്ല.